അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ? ലാലേട്ടൻ കൈ തന്നിട്ട് എന്നാ കൂടെ വന്ന് പറഞ്ഞപ്പോൾ രേണു സീരിയസ് ആയിട്ട് പോകുന്നതാണ്. ഞാനുണ്ടല്ലോ, ഞാനെന്നല്ല നമ്മളെല്ലാവരും ഇങ്ങനെ ആലോചിക്കായിരുന്നു, ചുമ്മാ തമാശ ഒരു കാലം കുറച്ചായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പോകുന്നതാണ്. നന്നായി, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഞാനും എന്റെ പഞ്ചായത്തിലെ ജനങ്ങളും എന്നും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. എന്തായിരുന്നു രേണുവിന് അതിനകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ട്? സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ച് 2.5 വർഷം മുന്നേ എന്റെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ മരിച്ചപ്പം ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നത് മുഴുവൻ വേറൊരു രീതിയിലാണ്. അതായത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. പക്ഷെ രേണു നമ്മൾ ആരും നിർബന്ധിച്ചിട്ടല്ല. രേണുവിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര, നമ്മൾ കയറുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, യു ആർ എ സെലിബ്രിറ്റി. പക്ഷേ രേണു ഓഡിഷന് ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. രേണുവിന് വരണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോഴും രേണു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞപ്പം ഇതായിരുന്നു ഹൗസ് എന്ന് അറിയില്ലായിരുന്നു രേണുവിന്? ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല മാം. അല്ല, നമ്മളൊരു സ്ഥലത്തോട്ട് ചെന്ന് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ ആ ഒരു അനുഭവം മനസ്സിലാക്കുന്നത്. ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്തിനാ വന്നത്? നിങ്ങൾ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? അതാണ് എനിക്ക് പറ്റിയത്. പക്ഷെ എന്താന്ന് പറയും, ഇപ്പൊ രേണു കാരണം ഒരാളുടെ ഓപ്പർച്യൂണിറ്റിയാണ് പോയത്. അതെ അതെ, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ ദൈവം. അത് മാത്രമല്ല, ചെന്നു ആദ്യത്തെ ആഴ്ചകളിലൊന്നും രേണുവിന് ഇത്രയും ബുദ്ധിമുട്ട് മനസ്സിലായി കാണില്ലല്ലോ. അല്ല, ആദ്യത്തെ ആഴ്ച ആ ഒരു ഫോണിന്റെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ കാര്യം ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എന്റെ മൊത്തത്തിൽ എല്ലാം പോയി. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. സ്വയം കൊണ്ട് അനുഭവിച്ചു. പിന്നെ കുറച്ച് പ്രോബ്ലം ഹെയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ടോട്ടലി ഞാൻ തീർന്നായിരുന്നു. രേണു കുറെ വീഡിയോസ് എടുത്തിട്ട് പോന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കുമല്ലോ, നമ്മൾ നോക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ നമ്മളോട് ചോദിക്കും അകത്തുള്ള ആളുടെ വീഡിയോ എങ്ങനെ പുറത്തു പോകും. ഇതേ പിള്ളേരുകളിയല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കും. അപ്പൊ രേണുവിന് അറിയണ്ടായിരുന്നില്ലേ അകത്ത് കയറി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും? അബദ്ധം പറ്റിപ്പോയതാ, ആർക്കായാലും ഒരബദ്ധമൊക്കെ. അതിനെപ്പറ്റി അറിയില്ല. ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു, കസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എടാ ഇത് പ്രശ്നമാകുമോ? അപ്പൊ എന്നോട് ഇല്ല ചേച്ചി, എല്ലാരും ഇങ്ങനെ ചെയ്യണതാണെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ, കസിനാണ് പണി പറ്റിച്ചത്. സത്യത്തിൽ ഇറങ്ങി പോകുന്നത് അബദ്ധമായി തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിനകത്ത് കയറി രേണു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഫ്ലവർ അല്ലടാ ഫയർ ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു ഓക്കെ രേണു ഭയങ്കര ഫയർ ആണ്. പക്ഷെ അതിലാരാ വെള്ളം ഒഴിച്ചത്? അറിയില്ല, ഡൗൺ ആയി. അതും കസിനാണോ? നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അല്ല, വേറെന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നവര് ഇത് ആരാ ചെയ്തതെന്നൊന്നും അറിയില്ല. അതിന്റെ അകത്ത് ഇൻസ്റ്റഗ്രാം കാണൂല്ലോ. അന്നല്ല, അതല്ല ഉദ്ദേശം. അപ്പൊ എന്തായാലും രേണു നമ്മള് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഫയർ ആയിരുന്നു, ഫ്ലവർ അല്ല ഫയർ ആയിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോഴത്തേക്കും ഫയറിൽ വെള്ളം ഒഴിച്ചു പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.